നമസ്കാരം. പ്രധാന വാർത്തകൾ. വീട്ടിൽ നോട്ട് കെട്ടുകൾ. ദില്ലി ഹൈക്കോടതി ജഡ്ജിയെ ജോലിയിൽ നിന്നും മാറ്റി നിർത്തും. ദില്ലി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ ആരോപണം അന്വേഷിക്കാൻ ആഭ്യന്തര അന്വേഷണ സമിതിയെ നിയോഗിച്ച് സുപ്രീം കോടതി. പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഷീൽ നാഗു, ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് GS സാന്താവാലിയ, കർണാടക ഹൈക്കോടതി ജഡ്ജി മലയാളിയായ അനു ശിവരാമൻ എന്നിവരാണ് സമിതി അംഗങ്ങൾ. ആരോപണ വിധേയനായ ജസ്റ്റിസ് വർമ്മയെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്താനും ഹൈക്കോടതി തീരുമാനിച്ചു. ജസ്റ്റിസ് വർമ്മയുടെ വസതിയിലുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് കണക്കിൽ കവിഞ്ഞ പണം അഗ്നിശമന സേന കണ്ടെത്തിയെന്ന വാർത്തയെ തുടർന്നാണ് ഡൽഹി ഹൈക്കോടതി ജസ്റ്റിസ് ആരോപണ മുനയിലായത്. ഹയർ സെക്കൻഡറി പരീക്ഷാ ചോദ്യപേപ്പറിലെ അക്ഷരത്തെറ്റുകൾ അന്വേഷണത്തിന് ഉത്തരവിട്ട വിദ്യാഭ്യാസ മന്ത്രി. വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്കാണ് അന്വേഷണ ചുമതല. മലയാളം ചോദ്യപേപ്പറിലാണ് ആദ്യം തെറ്റ് വന്നത്. പിന്നാലെ +1 ബയോളജി ചോദ്യപേപ്പറിൽ 14ഉം +2 കെമിസ്ട്രി ചോദ്യപേപ്പറിൽ 6 അക്ഷരത്തെറ്റുകളുമാണ് കണ്ടെത്തിയത്. ഹയർ സെക്കൻഡറി 4 വിഷയങ്ങളിലെ ചോദ്യപേപ്പറുകളായിരുന്ന അക്ഷരത്തെറ്റുകൾ കടന്നുകൂടിയത്. +2 ഇക്കണോമിക്സ് ചോദ്യപേപ്പറിലെ വാചകത്തിൽ ഉപഭോക്താവിന്റെ വരുമാനം കുറയുന്നു എന്നതിന് പകരം കരയുന്നു എന്നതുൾപ്പെടെയുള്ള അക്ഷരത്തെറ്റുകളാണ് ചോദ്യപേപ്പറിൽ കടന്നുകൂടിയത്. +1 ബയോളജി ചോദ്യപേപ്പറിൽ സൈക്കിളിൽ എന്ന ചോദ്യത്തിന് സൈക്കിളിൽ എന്നാണ് അച്ചടിച്ചു വന്നത്. ഇങ്ങനെ 10ലേറെ അക്ഷരത്തെറ്റുകളാണ് ചോദ്യപേപ്പറിൽ ഉണ്ടായിരുന്നത്. നടൻ സുശാന്ത് സിംഗ് രജപുത്തിന്റെ മരണത്തിൽ അന്വേഷണം അവസാനിപ്പിച്ച CBI. ആത്മഹത്യാ പ്രേരണയ്ക്ക് തെളിവില്ലെന്ന നിഗമനത്തിലാണ് CBI കേസ് അന്വേഷണം അവസാനിപ്പിച്ചത്. കേസ് റിപ്പോർട്ട് CBI മുംബൈ കോടതിയിൽ സമർപ്പിച്ചു. 2020 ജൂൺ 14-നാണ് സുശാന്തിനെ ബാന്ദ്രയിലെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സുശാന്ത് സിംഗ് രജപുത്തിന്റെ മരണം ആത്മഹത്യയാണെന്ന പ്രാഥമിക റിപ്പോർട്ട് മുംബൈ പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. വിഷാദരോഗം മൂലമാണ് സുശാന്ത് ജീവനൊടുക്കിയെന്നായിരുന്നു പ്രാഥമിക നിഗമനം. എന്നാൽ മകൻ കൊല്ലപ്പെട്ടതാണെന്നും 15 കോടി രൂപ കാമുകിയും നടിയുമായ റിയ ചക്രവർത്തി തട്ടിയെടുത്തെന്നും ആരോപിച്ച് പരാതിയുമായി സുശാന്തിന്റെ പിതാവ് ബീഹാർ പോലീസിനെ സമീപിച്ചതോടെയാണ് കേസ് CBIക്ക് കൈമാറിയത്. ഫോറൻസിക് വിദഗ്ധർ സുശാന്തിന്റെ ഫ്ളാറ്റിൽ പരിശോധന നടത്തിയെങ്കിലും സംശയാസ്പദമായി ഒന്നും കണ്ടെത്താനായില്ല. സുശാന്തിന്റേത് ആത്മഹത്യയാണെന്ന റിപ്പോർട്ടാണ് ഫോറൻസിക് വിദഗ്ധർ CBIക്ക് കൈമാറിയത്. ആലപ്പുഴയിൽ തെങ്ങ് കടപുഴകി വീണു. സ്ത്രീക്ക് ദാരുണാന്ത്യം. കൊടുംചൂടിന് ആശ്വാസമായി സംസ്ഥാനത്ത് പരക്കെ മഴ. മഴയ്ക്ക് പിന്നാലെ കനത്ത നാശനഷ്ടങ്ങളും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്തു. ആലപ്പുഴയിൽ ശക്തമായ കാറ്റിൽ തെങ്ങ് വീണ് ഗൃഹനാഥയ്ക്ക് ദാരുണാന്ത്യം. പാണാവള്ളി പഞ്ചായത്ത് 3-ാം വാർഡ് വൃന്ദാഭവനിൽ മല്ലികയാണ് മരിച്ചത്. 53 വയസ്സായിരുന്നു. ശനിയാഴ്ച വൈകിട്ട് 4:30 ഉണ്ടായ ശക്തമായ കാറ്റിൽ അടുത്ത പുരയിടത്തിൽ നിന്ന് തെങ്ങ് കടപുഴകി മല്ലികയുടെ ദേഹത്ത് വീഴുകയായിരുന്നു. ഉടൻ എറണാകുളത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കേരളത്തിൽ പരക്കെ വേനൽ മഴ. തൃശൂരിൽ പെയ്തിറങ്ങി പദമഴ. അമ്പരന്ന് നാട്ടുകാർ. ആശങ്കപ്പെടേണ്ടെന്ന് വിദഗ്ധർ. തൃശൂരിൽ ഫാംറയിൽ എന്ന പദമഴ പെയ്തു. അമ്മാടം, കോടന്നൂർ മേഖലകളിലാണ് പദമഴ പെയ്തത്. ഇന്ന് വൈകുന്നേരം തൃശൂരിലെ വിവിധയിടങ്ങളിൽ കനത്ത മഴ പെയ്തിരുന്നു. ഇതിനിടയിലാണ് ചിലയിടങ്ങളിൽ പദമഴ പെയ്തത്. ചെറിയ ചാറ്റൽ മഴയ്ക്കൊപ്പം പാറിപ്പറന്ന് പതയും പെയ്യുകയായിരുന്നു. വേനൽ മഴ പെയ്യുന്ന സമയത്ത് ചിലയിടങ്ങളിൽ ഉണ്ടാകുന്ന പ്രതിഭാസമാണ് പദമഴ. സാധാരണഗതിയിൽ 2 സാഹചര്യങ്ങളിലാണ് ഇത്തരത്തിൽ പദമഴ പെയ്യുക എന്ന് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു. തൊട്ടടുത്ത ഫാക്ടറികളോ മറ്റുണ്ടെങ്കിൽ മലിനമായ അന്തരീക്ഷത്തിൽ നിന്ന് പത രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമതായി, വേനൽക്കാലത്ത് ചില മഴകളിൽ പ്രത്യേകതരം അമ്ലരസമുള്ള പത രൂപപ്പെടുകയും ഇത് പത ജനിപ്പിക്കുമെന്നും കാലാവസ്ഥാ വിദഗ്ധർ വ്യക്തമാക്കുന്നു. നിലവിൽ ഫാക്ടറികളൊന്നും പ്രവർത്തിക്കുന്ന മേഖലകളിലല്ല ഇവിടം. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പരിശോധിക്കുമെന്നും ആശങ്ക വേണ്ടെന്നും അധികൃതർ അറിയിച്ചു.